പക്ഷികൾ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി കൂടുവിട്ടിറങ്ങുന്നു. സന്ധ്യാവേളയിൽ വയറു നിറഞ്ഞ സംതൃപ്തിയുമായി കൂടണയുന്നു. ഈ നബിവചനം പോലെ കുരുന്നു പ്രതിഭകൾ മാപ്പിള സംഗീതത്തിന്റെ അംഗീകാരത്തിനായി കൂടണയുന്ന വേദിയാണ് കുട്ടിപ്പൊട്ടുറുമാലിന്റെ വേദി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലാമിയ സെൽസ് കുട്ടിപ്പൊട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിന്റെ മറ്റൊരു സംഗീത സാന്ദ്രമായ എപ്പിസോഡിലേക്ക്. ലാമിയ സെൽസ് കുട്ടിപ്പൊട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിന്റെ വിജയികളെ കാത്തിരിക്കുന്നത് സുൽത്താൻ ഗോൾഡ് ഇന്റർനാഷണൽ നൽകുന്ന 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ്. ഇനി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാം. ആദ്യമായി സജ്ല. ഇനി സ്വാഗതം ചെയ്യുന്നത് പ്രിയങ്കരനായ ഫിറോസ്ക. ഇനി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ പ്രിയ ഗായികയും വിധികർത്താവുമായ ഷംന. നമ്മുടെ കുരുന്നു പ്രതിഭകൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്ന പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീം സ്വാഗതം. ലാമിയ സെൽസ് കുട്ടിപ്പൊട്ടുറുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മരിയാസ് പിക്കിൾസിന്റെ ഈ വേദിയിൽ ഉമ്മ റൗണ്ടിൽ മനോഹരമായ സംഗീതവുമായി എത്തുന്നു. ഏവർക്കും പ്രിയങ്കരനായ സിനാൻ. അടുത്തതായി പാടാൻ പോകുന്നത് സിനാനാണ്. സിനാന്റെ അടുത്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ് സിനാൻ. ഹായ് അലൈന. അമ്മ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? സുബൈക്ക് മുമ്പേ ഉണർന്നു എന്ന പാട്ടാണ് പാടുന്നത്. പാട്ടെല്ലാം പഠിച്ചോ? പിന്നെ അമ്മ ഇഷ്ടമാണോ? ആ, എത്ര ഇഷ്ടാ? വളരെ ഇഷ്ടമാണ്. രണ്ടിനെയും പാടാമോ ആ പാട്ട്? പാടാം. സുബൈക്ക് മുമ്പേ ഉണർന്ന് സുജൂദിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ സകലരിൽ സൗഖ്യങ്ങൾ നേർന്ന് സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ സുബ്ഹിക്ക് മുമ്പേ ഉണർന്ന് സുജൂദിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ. നല്ല പാട്ട്, നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനാൻ ചേച്ചി, സിനാൻ, ഏറ്റവും പാട്ടിന് സപ്പോർട്ട് തരുന്നത് വീട്ടിൽ ആരാണ്? ഉമ്മയാണോ? അതെ. ഉമ്മയാണ്. അതെ. ഉപ്പ കുറച്ച് സപ്പോർട്ട് ചെയ്യാറില്ലേ? പക്ഷെ കൂടുതൽ ഉമ്മയാണ്. അതെ. അപ്പോൾ ഉമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് സിനാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? സാധാരണ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് സന്തോഷം വരും. ചിലപ്പോൾ അത് പാട്ട് പാടുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നല്ല മാർക്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ. എന്താണ് സിനാൻ ചെയ്യാറുള്ളത്? മാർക്ക് വാങ്ങുമ്പോഴും ഞാൻ പാട്ട് പാടുമ്പോഴും ഉമ്മക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ഗായകനാണ് എന്ന് വീണ്ടും പ്രൂവ് ചെയ്യാൻ വന്ന് നിൽക്കുകയാണ് അല്ലേ? അതെ. ഉമ്മയ്ക്കുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷനുമായിട്ട് ഉമ്മ ഇങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി ആ പാട്ട് കേൾക്കാൻ, ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ സിനാൻ എല്ലാ വിശ്വസും നന്നായി പാടുക മോനെ. താങ്ക് യു. സുബ്ഹിക്ക് മുമ്പേ ഉണർന്ന് സുജൂദിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ സകലരിൽ സൗഖ്യങ്ങൾ നേർന്ന് സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റെ ഉമ്മ സുബ്ഹിക്ക് മുമ്പേ ഉണർന്ന് സുജൂദിൽ
തേങ്ങുന്നെൻ്റുമ്മ സകലരിൽ സൗഖ്യങ്ങളേന്ന് സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ. സൗഖ്യങ്ങളേന്ന് സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ. സുബ്ഹിക്ക് സുജൂദിൽ തേങ്ങുന്നെൻ്റുമ്മ സകലരിൽ സൗഖ്യങ്ങളേന്ന് സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ. സുബ്ഹിക്ക് സുജൂദിൽ തേങ്ങുന്നെൻ്റുമ്മ സകലരിൽ സൗഖ്യങ്ങളേന്ന് സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ സുബ്ഹാനിൽ തേങ്ങുന്നെൻ്റുമ്മ.
പാട്ട് കേട്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. മരിച്ചു പോയ എൻ്റെ ഉമ്മാനെയും സിനാൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനെയൊക്കെ ഓർമ്മ വന്നു. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നികത്താൻ പറ്റാത്തൊരു നഷ്ടമല്ലേ ഉമ്മ. ശരിയാണ്. ഈ ലോകത്ത് ഏറ്റവും വലിയൊരു സത്യം, ഒരു കുഞ്ഞ് ജനിച്ച് ഒരിക്കൽ മാത്രമേ അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഒരു അമ്മ ചിരിക്കുകയുള്ളൂ. അത് ജനിച്ച ഉടനെ അല്ലേ ആദ്യത്തെ ആ കരച്ചിൽ, അത് സന്തോഷം കൊണ്ടാണ് ആ കരച്ചിൽ. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് സന്തോഷത്തിൽ ഒരു വിഷിച്ചിരിക്കും. അതിനുശേഷം പിന്നീട് എന്നും നമ്മുടെ വിഷമങ്ങൾക്ക് കൂട്ടായിട്ടുള്ളത് നമ്മുടെ അമ്മ എന്നുള്ള ഒരു സത്യം തന്നെ. അപ്പോൾ ഈ നിമിഷം ഉമ്മയെ ഓർക്കുമ്പോൾ കുറേ നല്ല സ്മരണകളൊപ്പം വിഷമം നിറഞ്ഞ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രയാസം വന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരിക്കാം. അത് എങ്ങനെ ഓർക്കും? ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ടാണ് ഉമ്മ മരണപ്പെട്ടത്. ഉമ്മാൻ്റെ മരണം അത് കഴിഞ്ഞൊരു 6 മാസം ആയപ്പോഴത്തേക്ക് ഭർത്താവിൻ്റെ ഉമ്മയും മരിച്ചു. ഇപ്പോൾ അവരുണ്ടെങ്കിൽ സിനാൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ എല്ലാ വിയോഗവും തീർച്ചയായിട്ടും വിഷമം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസം നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരു ക്ഷണിക്കുന്നത് താങ്ങാവുന്നതിനപ്പുറം. ഒരു ക്ഷണിക്കുന്നു സിനാൻ്റെ ഈ മനോഹരമായിട്ടുള്ള പാട്ട് പെർഫോമൻസ് വളർച്ചയ്ക്ക് ഏറ്റവും അധികം സന്തോഷിക്കേണ്ടിയിരുന്ന ആ ഉമ്മുമ്മ അല്ലേ, ഉമ്മുമ്മ ഇപ്പം കൂടെ ഇല്ല. അപ്പോൾ സിനാൻ ഉമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച പാട്ട് തീർച്ചയായിട്ടും സിനാൻ്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് കൂടി അക്ഷരാർത്ഥത്തിൽ ഈ നിമിഷം സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ്. കാരണം ഹൃദയത്തിൽ തട്ടിയൊരു, ഹൃദയത്തെ സ്പർശിച്ചൊരു പാട്ടായിരുന്നു സിനാൻ്റെ. ഉമ്മയ്ക്കും അതിൽ സന്തോഷമുണ്ട് അല്ലേ, ഒരുപാട് സന്തോഷമുള്ള നിമിഷം കൂടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ജഡ്ജസിലേക്ക് അവരുടെ കമൻസ് എന്താണ്, ഈ പാട്ടിനെ അവരെങ്ങനെ വിലയിരുത്തുന്നു എന്ന് നോക്കാം. ആദ്യം ഷബ്നം, എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അസലായിരുന്നു മോന്. മോന് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ മോനിങ്ങനെ ഇറങ്ങി വന്നിട്ട് ഉമ്മാടുത്ത് നിന്ന് ലാസ്റ്റ് പാടിയതുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു മൊമെൻ്റായിരുന്നു. ഒരു എന്ത് പറയണമെന്നറിയാൻ നമുക്കൊരു വല്ലാത്ത ഹൃദയമൊക്കെ ഇങ്ങനെ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു മോനെ ആ ഒരു സമയത്ത്. ഉമ്മാടെയും മോൻ്റെയും ഒരു, ഉമ്മാക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, മോൻ്റെ ഒരു എക്സ്പ്രഷൻ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കൊരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. എന്തായാലും ഉമ്മയും വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇനി ഞാൻ മോൻ്റെ പാട്ടിനെ പറ്റി പറയാം. പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി. മോൻ്റെ ഒരു റേഞ്ച് എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു റേഞ്ചിനുള്ളിൽ നിന്ന് തന്നെ മോൻ പാടിയിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ മോനെ. അതായത് പിന്നെ പല്ലവിയിൽ സുജൂദിൽ എന്ന് ഉള്ള ഒരു സംഗതി അത് ക്ലിയർ ആയിരുന്നില്ല. മോനെ തന്നെ മനസ്സിലായല്ലോ, അത് അങ്ങനെ ഉണ്ട്. പിന്നെ ബേസ് പോർഷൻസ് പാടുമ്പോൾ അത് ഇനി പിച്ചിൻ്റെ എനിക്ക് ഒന്നും കൂടെ കൂട്ടിപ്പാടിയ ചിലപ്പോൾ മോന് അനുപല്ലവിയിൽ മേളിലെത്തില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഇതിൽ സെലക്ട് ചെയ്തത്. അപ്പോൾ അത് ബേസ് പോർഷനിൽ കുറച്ച് നൊട്ടേഷൻസ് ഒന്നും ക്ലിയർ ആവുന്നില്ലായിരുന്നു മോൻ പാടിയിട്ട്. അത് ഈ ഒരു പ്രശ്നം കൊണ്ടാവാം. വേറെ എനിക്ക് അങ്ങനെ മോൻ നന്നായിട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പാടാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി മോൻ പരിശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷബ്നം. സജില? സിനാൻ്റെ ഉമ്മാമ്മയും ഉപ്പാൻ്റെ ഉമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരായിരിക്കും മോൻ്റെ പാട്ട് കേട്ടിട്ട്. പക്ഷേ അതൊരു എന്താ പറയുക, ചെറിയ കുട്ടിയാണെങ്കിലും വലിയ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും നമ്മളുടെ സ്വന്തക്കാർ പോകുമ്പോൾ എന്താണെങ്കിലും ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റില്ല. അത് എന്തു പറഞ്ഞാലും ആ ഒരു സങ്കടം വലിയൊരു സങ്കടം തന്നെയാണ്. സാരയില്ല, സിനാൻ്റെ ഉമ്മ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് മോൻ്റെ പാട്ട് കേട്ടിട്ട്. നല്ലൊരു സോങ് സെലക്ഷൻ, നമ്മളുടെ ഈ റൗണ്ടിന് പറ്റിയ സെലക്ഷൻ ആയിരുന്നു. അനുപല്ലവിയിൽ ഹൈ പോർഷൻസൊക്കെ മോന് കറക്റ്റായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ബേസിൽ മോൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറക്റ്റ് ആ ബേസിൽ അങ്ങനെ പാടാൻ പറ്റുന്നുണ്ട്. പക്ഷേ പാടി വരുമ്പോൾ അനുപല്ലവിയൊക്കെ കഴിഞ്ഞ് പല്ലവിയിലൊക്കെ വരുമ്പോൾ ആ ബേസിൽ പോകുമ്പോൾ കുറച്ച് ഷിവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നി മോന് കംഫർട്ടബിൾ പിച്ച് തന്നെയാണ് മോൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കെയർ ചെയ്യുക, അടുത്ത പെർഫോമൻസ് നന്നായിട്ട് ചെയ്യാം നോക്കാം. ഓക്കെ, അതൊക്കെ.
താങ്ക് യു സജില. ഫിറോസിക്ക. നന്നായി പാടുന്നു കേട്ടോ. വരികൾക്കും ഈണത്തിനും ഓരോ മുഹൂർത്തങ്ങൾ, പ്രത്യേക മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമ്പോഴാണ് പാട്ട് പാട്ടാവുന്നത്. അങ്ങനെ ഒരു മുഹൂർത്തമാണ് മോൻ ഇവിടെ ഉമ്മയുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിട്ട് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അപ്പോൾ അത് ഉമ്മയ്ക്കും വലിയ ഫീൽ ചെയ്തു. സിനാൻ നന്നായിട്ട് തന്നെ പാടി മോൻ. വളരെ റെയറായൊരു മാപ്പിളപ്പാട്ടാണിത്. ഇത് എ ടി ഉമ്മർക്കയുടെ കമ്പോസിംഗ് ആണ്. എ ടി ഉമ്മർക്ക പീർ മുഹമ്മദ് കയ്ക്ക് വേണ്ടി വേറൊരു ട്യൂൺ കമ്പോസ് ചെയ്തതിൻ്റെ ആ രൂപത്തിൽ പിറന്നൊരു പാട്ടാണ്. PS ഹമീദിൻ്റെ ഉബൈദ് സാഹിബ് കേട്ടിട്ടില്ലേ? മാപ്പിളപ്പാട്ടിലെ വലിയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ PS ഹമീദ് എഴുതിയിട്ട് എ ടി ഉമ്മർക്ക പീർക്കയ്ക്ക് വേണ്ടി ഇണം കൊടുത്ത ലൈലയൻ ജീവൻ്റെ അർത്ഥം ലൈലയില്ലെങ്കിൽ ഞാൻ വ്യർത്ഥം. അതാണ് ലൈല മജ്നു കഥയിലെ ലൈല. ആ ട്യൂണിൽ പിറന്നൊരു പാട്ടാണ്. ഉമ്മ ഹാപ്പി അല്ലേ? പാടുവോ? 2 വരിയെങ്കിലും പാടുവോ? പാടാനറിയില്ല ഒട്ടും. ഒരു താരാട്ടുണ്ടായിരിക്കുമല്ലോ സിനാന് വേണ്ടി പാടി, എല്ലാ ഉമ്മമാരും മക്കൾക്ക് വേണ്ടി പാടുന്നത് പോലെ. ഒരു ഹസ്ബി റബ്ബി ജല്ലല്ലാന്നുണ്ടാവില്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഐറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് എന്തൊക്കെ ആയാലും സിനാന് കൊടുത്ത ആദ്യത്തെ പാട്ട് ഇതാണ് അല്ലേ? ഉമ്മ സിനാന് കൊടുത്ത ആദ്യത്തെ പാട്ട്. അവിടെ നിന്നാണ് സിനാൻ തുടങ്ങുന്നത്. രണ്ടുപേരും ഉമ്മ വളരെ സെൻറ്റിമെൻ്റലായിപ്പോയി. സിനാൻ നന്നായി പാടി മോനെ കേട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. താങ്ക് യു ഫിറോസ്ക. ഇനി നമുക്ക് മാർക്സിലേക്ക് പോകാം. ഫിറോസ്ക 40-ൽ എത്ര മാർക്കാണ് സിനാൻ? 39 on 40. സജില 30-ൽ എത്ര? 29. 29 on 30. ഷബ്നം 29 again on 30. So total 97 marks. 97 മാർക്കാണ് സിനാൻ്റെ ഉമ്മ റൗണ്ടിലെ മനോഹരമായ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉമ്മ മോന് നല്ലൊരു സ്നേഹ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങാം. സോ താങ്ക് യു സോ മച്ച് സിനാൻ. താങ്ക് യു ഉമ്മ. താങ്ക് യു. ഈ വേദിയിൽ ഡ്യുവറ്റ് റൗണ്ടിൽ ഇനി പ്രണയാർദ്രമായ ഒരു ഗാനവുമായി മനോഹരമായ പെർഫോമൻസുമായി എത്തുന്നത് 2 എക്സലന്റ് പെർഫോമേഴ്സാണ്, ഇർഫാൻ ആൻഡ് ജോത്സ്ന. അടുത്തതായി പാടാൻ പോകുന്ന പരസ്പരം റൗണ്ടിൽ ജോസ്ന ചേച്ചിയും ഇർഫാനിക്കായാണ്. അപ്പോൾ അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കണ്ടേ? ഹായ് ജോസ്ന ചേച്ചി. ഹായ്. പരസ്പരം റൗണ്ടിൽ ഏത് പാട്ടാണ് പാടാൻ പോണേ? ഇഷ്ടമാണ് 100 വട്ടം നല്ല പാട്ടാ. നല്ലതായി പാടാമോ ആ പാട്ട്? ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്, മോഹക്കണിയല്ലേ നീ എൻ്റെ പ്രേമക്കുളിരാണു നിന്നെ ജീവൻ എനിക്ക്. ഇത്ര കാലമായി നിന്നെ കാത്തിരുന്നു കൽബ് കൊതിച്ച്, പിരിശപ്പൂവല്ലേ നീ എൻ്റെ ആത്മരാഗമാണു നിന്നെ ജീവൻ എനിക്ക്. നല്ല പാട്ട്, നന്നായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇർഫാൻ ചേച്ചി, ജോത്സ്ന കുട്ടി, എന്താ നിങ്ങൾ രണ്ടുപേരും നല്ല പെർഫോമേഴ്സ് ആണ് പൊതുവെ അല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ ജഡ്ജസ് പറയുന്നത്? അതെ. ജോത്സ്ന മലയാളമൊക്കെ എങ്ങനെ പഠിച്ചോ? നന്നായി പഠിച്ചു. അപ്പോൾ നല്ല പ്രൊനൗൺസിയേഷനോടുകൂടി ഇർഫാൻ നല്ല സ്മാർട്ടായിട്ട് ഈ കുട്ടി പ്രണയ ഗാനം നമുക്കൊന്ന് ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്. എടുക്കുന്നില്ലല്ലോ അവള്. എടുക്കോ എന്തോ. ബെല്ലടിക്കുന്നുണ്ട്. ഹലോ ജോത്സ്നല്ലേ? അതെ ഇർഫു. നീ ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പം തിരുവനന്തപുരത്താ. ആണോ? എങ്കിലേ നമ്മുടെ കുട്ടിപ്പട്ടുമാന്റെ സ്റ്റേജ് വരെ ഒന്ന് വരാമോ? ശരി, ഞാൻ വരാൻ നോക്കാം. നീ എങ്ങനെയെങ്കിലും വന്നാ മതി. ഓക്കെ ഇർഫു, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓ, ഒടുക്കത്തൊരു ഇംഗ്ലീഷ് കന്നഡ ആവാത്ത ഭാഗ്യം. വേഗം വാടി. ഓക്കെടാ.
പിരിശപ്പൂവല്ലേ നീ എൻ്റെ ആത്മരാഗമാണു നിന്നെ ജീവനെനിക്ക്. ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്. മോഹക്കനിയല്ലേ നീ എൻ്റെ പ്രേമക്കുളിരാണു നിന്നെ ജീവനെനിക്ക്. ഓഹോ, ഇത്ര കാലമായി നിന്നെ കാത്തിരുന്നു കൽബ് കൊതിച്ച്. പിരിശപ്പൂവല്ലേ നീ എൻ്റെ ആത്മരാഗമാണു നിന്നെ ജീവനെനിക്ക്. ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്. മോഹക്കനിയല്ലേ എൻ്റെ പ്രേമക്കുളിരാണു നിന്നെ ജീവനെനിക്ക്. ഇത്ര കാലമായി നിന്നെ കാത്തിരുന്ന് കൽബ് കൊതിച്ച്. പിരിശപ്പൂവല്ലേ നീ എൻ്റെ ആത്മരാഗമാണു നിന്നെ ജീവനെനിക്ക്. ആണോ? ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്. മോഹക്കനിയല്ലേ നീ എൻ്റെ പ്രേമക്കുളിരാണു നിന്നെ ജീവനെനിക്ക്. ഇർഫാൻ ചേച്ചി, ഇവിടെ എന്തായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടി അഭിനയിച്ച് തകർക്കുകയായിരുന്നു. നന്നായി പാടുകയും ചെയ്തു അല്ലേ? ഓഡിയൻസ് ഒരു നല്ല പ്രോത്സാഹനം. ഇർഫാൻ, ആദ്യം ഈ ജോൾസിനെ ഈ കുട്ടിപ്പൊട്ടുമാലിന്റെ സ്റ്റേജിലേക്കൊന്ന് വരാമോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ? ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. ഉണ്ടോ? പക്ഷെ വളരെ പ്ലാൻഡ് ആയിട്ട് ഇടയ്ക്ക് ജോൾസിനോട് ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? സജലത്തെ സുന്ദരി എന്നാ പറഞ്ഞു. പക്ഷേ അവർക്ക് വിഷമായി. അപ്പൊ ഞാൻ പറഞ്ഞ് സജലത്തെക്കാട്ടി സുന്ദരിയാണ് നീ എന്ന് പറഞ്ഞു. അത് കോംപ്രമൈസ് ചെയ്യാനാണ് ലാസ്റ്റ് ഒരു റോസാപ്പൂക്ക് കൊടുത്തല്ലേ? ഓക്കെ, അപ്പൊ ജോൾസിനെ കുട്ടി ഹാപ്പി. അതെ. അപ്പൊ നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാല്ലേ, അവര് ഹാപ്പി ആണോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണ്ടേ? യെസ്. അപ്പോ സജല, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ പെർഫോമൻസ്? I really enjoyed it, ഇർഫാൻ ആൻഡ് ജോൾസ്ന. താങ്ക് യു. നന്നായിരുന്നു. ഇർഫാനെ ഈ ലുക്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ജോൾസിനെ എപ്പോഴും നല്ല ഡ്രസ്സിങ്ങിലാണ് വരാറ്. പിന്നെ
പാട്ട് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ടാളുടെയും. എനിക്കും ശരിക്കും വീണ പറഞ്ഞ പോലെ തന്നെ ഇർഫാൻ്റെ ആ ഒരു ക്യാരക്ടർ ഇവിടെ ഫസ്റ്റ് വന്നപ്പോഴും എനിക്കും റിയൽ ആണോ എന്ന് തോന്നിപ്പോയി. ശരിക്കും ഇർഫാൻ ജ്യോത്സ്നയുടെ കുട്ടിപ്പട്ടർമാൽ സെറ്റിലേക്ക് വരാൻ പറയുന്നതും അങ്ങനെയൊക്കെ വിളിച്ചിട്ടുണ്ടോ ജ്യോത്സ്ന? ഇല്ല. ഉണ്ടോ? കോളൊക്കെ വരാറുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇർഫാൻ്റെ? ഇല്ല. എനിക്ക് നിങ്ങളുടെ കളിയെല്ലാം കണ്ടപ്പോൾ ഒരു സംശയം. ജ്യോത്സ്ന നല്ല കുട്ടി, പക്ഷെ ഇർഫാനെ ഞാൻ വിശ്വസിക്കില്ല. എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ കല്യാണേ കഴിക്കണ്ട കേട്ടാ. എന്തായാലും പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പാട്ടിൽ വന്ന ഇർഫാനെ കുറിച്ച് പറയാം. ഇർഫാൻ ഈ പാട്ടിൽ കൊടുത്ത ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി പല്ലവിയിൽ ഒരു പ്ലാൻ പാടിയല്ലോ. പല്ലവി തന്നെ ഒരു ഭയങ്കര പ്രൊഫഷണൽ ടച്ചസ് ഒക്കെ കൊടുത്തിട്ടൊരു സംഗതി പാടി. ഭയങ്കരമായിരുന്നു കേട്ടോ. ആ പല്ലവി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര സംഗതികളൊക്കെ പാടി. പിന്നെന്താ പറയുക, ചരണ എത്തിയപ്പോഴാണ് മോനെ അങ്ങ് പതറിപ്പോയി. മോന് ഭയങ്കര ഒരു മൂഡിൽ പാടി വരികയായിരുന്നു. അപ്പോഴാണ് ആ ഒരു തുടക്കം അല്ലേ പ്രശ്നമായത്. പിന്നീട് ആ ഒരു മൈൻഡിൽ അത് തന്നെയായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ജ്യോത്സ്ന മോളും നന്നായിട്ട് പാടിയിട്ടുണ്ട്. അറിയാലോ രണ്ടാളുടെയും ആ ഒരു പാടുന്നതിലുള്ള ഡിഫറൻസ് അറിയാലോ. ഇർഫാൻ നന്നായി, മോളെക്കാട്ടും നന്നായി പാടുന്ന കുട്ടി തന്നെയാണ് ഇർഫാൻ. അപ്പോൾ ഇർഫാൻ്റെ കൂടെ മോള് പാടുമ്പോൾ മോൾക്കും അത്രത്തോളം എത്തിപ്പിടിക്കാൻ മോള് ശ്രമിക്കും അല്ലേ. അതിനുള്ള ഹാർഡ് വർക്കിംഗ് ഞാൻ കണ്ടിരുന്നു. മോള് നന്നായി പാടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ മോള് അനുപല്ലവിയിലേക്ക് കുറച്ചും കൂടെ നന്നാക്കണം കേട്ടോ. കുറച്ചും കൂടി ഫിനിഷിങ് വരാനുണ്ട്. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ രണ്ടാളും മനസ്സിലാക്കി തിരുത്താം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജ്ല. ഷബ്നം? സൂപ്പർ. ഞാൻ 2 പേർക്കും ഒരു പേരിടുവാണ്. എന്താണെന്നറിയോ? ഇർഫാന് ഞാൻ പറയുന്നത് പ്രിൻസ് ഓഫ് തിങ്സ് എന്നാണ്, സംഗതികളുടെ രാജകുമാരൻ. ആൻഡ് ജ്യോത്സ്നയ്ക്കും ഉണ്ടൊരു പേര്, പ്രിൻസസ് ഓഫ് എന്താണ്, എക്സ്പ്രഷൻസ്. ഭയങ്കര എക്സ്പ്രഷനാണ് ജ്യോത്സ്നയ്ക്ക്. അത് നിങ്ങളുടെ ഈ ഒരു ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്ത, കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചു 2 പേരും. പാട്ടിലേക്ക് വരാനാണെങ്കിൽ ഇർഫാന് പതിവില്ലാത്തത് ഒരു അല്ലേ, എന്തോ ഒരു കൺഫ്യൂഷൻ, ഒരു ചെറുതായിട്ടൊന്ന് നെർവസ് ആയിപ്പോയി ആ ഒരു ഭാഗത്ത്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അസലായിട്ട് ഇർഫാൻ പാടി. ജ്യോത്സ്ന പിന്നെ അറിയാമല്ലോ, ജ്യോത്സ്നയുടെ ഒരു രീതിയുണ്ട് പാടുന്നതായിട്ടൊരു ഒരു റേഞ്ച് ഉണ്ട്. ആ ഒരു ഗ്രാഫിൽ തന്നെ അതിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ് ജ്യോത്സ്ന. പ്രൊനൗൺസിയേഷൻ ആയാലും സ്വീറ്റായിരുന്നു മോളെ, അടിപൊളി. താങ്ക് യു ഷബ്നം. ഫിറോസ്ക? 2 പേരും കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് വന്നത് അല്ലേ. ഇർഫാൻ ആ എൻട്രി ഒക്കെ തകർത്തു. എന്തായിരുന്നു അഭിനയം, ഭയങ്കര അഭിനയമായിരുന്നു കേട്ടോ. അതാ പറയുന്നതും പിന്നെ അതിന് റിപ്ലൈ ചെയ്യുന്നത് ഭയങ്കര രസമായിരുന്നു ജ്യോത്സ്ന കേട്ടോ. ആ പാട്ടിങ്ങനെ കയറി വന്നപ്പോൾ ഭയങ്കര പവറിലാണ് വന്നത്. ഇർഫാൻ ഒരു 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 എന്നൊരു സംഗതി പാടി കൊടുത്തില്ല, ഒരു കണക്ഷൻ, അതൊക്കെ എന്ത് രസമായിരുന്നു. ഞാനിവിടെ ഇരുന്ന് ശബ്ദത്തിൽ പറഞ്ഞു പോയി ആ സമയത്ത്, ക്യാ എന്നൊക്കെ പറഞ്ഞു പോയി, ഞാൻ എന്തോ പറഞ്ഞു പോയി ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോന് ബാക്ക്ഗ്രൗണ്ട് തീരാതെ പാടിയല്ലേ? അല്ല, പാടി തുടങ്ങി, അവിടെ തന്നെ പാടി തുടങ്ങുന്നത്. പക്ഷേ അവിടെയാണോന്ന് സംശയം വന്നപ്പോൾ ഒരു വാക്ക് വിട്ടു. പിന്നെ മോൻ ആ താളവട്ടം പൂർത്തീകരിക്കാൻ വേണ്ടി അത് റിപ്പീറ്റ് ചെയ്തില്ല അല്ലേ, അതിൻ്റെ ഒരു വാക്ക് വിട്ടിട്ട് പാടിപ്പോയി. പക്ഷെ അവിടെ അതങ്ങനെ പാടിപ്പോവായിരുന്നു. പക്ഷെ അവിടുന്ന് മുതൽ ഇർഫാൻ ഒന്ന് പതറിപ്പോയി. പിന്നെ ജ്യോത്സ്ന നന്നായി പാടി മോളെ. മോളുടെ റിപ്ലൈയും, മോളൊരു ഒരു വേഴ്സറ്റാലിറ്റി ഉള്ള കുട്ടിയാണ്. അഭിനയമുണ്ട്, സിംഗിങ് ഉണ്ട്, പിന്നെ ഭയങ്കര ഇൻട്രാക്ഷനുണ്ട് ഞങ്ങളുമായിട്ടൊക്കെ, എല്ലാവരുമായിട്ടും അല്ലേ. നന്നായി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ്ക. അപ്പോൾ നമ്മുടെ പ്രിൻസ് ഓഫ് തിങ്സ് ആൻഡ് പ്രിൻസസ് ഓഫ് എക്സ്പ്രഷൻസ്, അപ്പോൾ ഇവർക്കുള്ള മാർക്ക് എത്രയാണെന്ന് അറിയാനുള്ള സമയമായിരിക്കുകയാണ്. എത്ര മാർക്കാണ് ഇർഫാൻ എന്നുള്ളത് ചോദിക്കുക അല്ലേ. അപ്പോൾ സജ്ല, 30-ൽ എത്ര മാർക്കാണ് ഇർഫാന്? ഇർഫാൻ്റെ ആ ഒരു തെറ്റിന് ഞാൻ 1 മാർക്കേ കുറക്കുന്നുള്ളൂ, 29. 29 on 30. ഷബ്നം, 30-ൽ എത്ര മാർക്കാണ്? 29. അഗൈൻ 29 on 30. ഫിറോസ്ക? ഇർഫാന് 38.5. 38.5. സോ ഇർഫാന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 96, 96.5 മാർക്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ജ്യോത്സ്ന കുട്ടിയുടെ മാർക്ക്. നമുക്ക് ഫിറോസ്കയിൽ നിന്ന് തുടങ്ങാം. ഫിറോസ്ക, 40-ൽ എത്ര മാർക്കാണ്? 38.5. 38.5 on 40. ഷബ്നം? 28.5. 30-ൽ 28.5 മാർക്ക്. സജ്ല? 28.5. 28.5. സോ
95.5 95 മാർക്കാണ് ജോൾസിനയ്ക്ക് ഡ്യുവറ്റ് റൗണ്ടിലെ പെർഫോമൻസിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഹാപ്പി അല്ലേ ഇർഫാൻ? ജോൾസിന ഹാപ്പി. ഇർഫാൻ പക്ഷേ കുറച്ചുകൂടി കിട്ടായിരുന്നു എന്നുള്ളൊരു വിഷമമുണ്ട് അല്ലേ? സാരമില്ല, അത് നമുക്ക് അടുത്ത റൗണ്ടിൽ ഓവർകം ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു. ലാമിയ സിൽക്സ് കുട്ടിപ്പട്ടുമാൽ സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ മെറിയാസ് പിക്കിൾസിന്റെ ഈ വേദിയിൽ ഉമ്മ റൗണ്ടിൽ ഉമ്മയ്ക്കൊരു നല്ല സമ്മാനവുമായി ഒരു സുന്ദരിയായ മകൾ എത്തുകയാണ്, നമ്മുടെ ആഷിക കുട്ടി. നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി പാടാൻ പോകുന്ന ആഷിക ചേച്ചിയാണ്. ആഷിക ചേച്ചി അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ് ആഷിക ചേച്ചി. ഹായ് അലീന. അമ്മ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോണേ? ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ സോങ്. അമ്മ ഇഷ്ടമാണോ? ഒത്തിരി ഇഷ്ടമാണ്. രണ്ടിലേയും പാടാമോ ആ പാട്ട്? ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ? ഉപ്പ എന്ന കൊഞ്ചലു കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? താരാട്ടിൻ നീരടി കേൾക്കാൻ പിടയ്ക്കാത്ത നെഞ്ചമുണ്ടോ? പാലഞ്ചും പുഞ്ചിരി കണ്ടാൽ അലിയാത്ത മർത്യനുണ്ടോ? നല്ല പാട്ട്. ഓൾ ദി ബെസ്റ്റ്. അഷിക ചേച്ചി, ആസ് ഓൾവേസ് വളരെ സുന്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. അമ്മയ്ക്കുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ, സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ? അമ്മയ്ക്ക് അഷിക ഇതുവരെ വാങ്ങിക്കൊടുത്തതിൽ അഷികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ് എന്താണ്? ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലേ? വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്താണ് വാങ്ങിക്കൊടുത്തതിൽ അഷികയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗിഫ്റ്റ്? എല്ലാം പ്രിയപ്പെട്ട തന്നെയാണ്. പ്രിയപ്പെട്ടതായതുകൊണ്ടാണല്ലോ ഗിഫ്റ്റ് ചെയ്തത് അല്ലേ അമ്മയ്ക്ക്? അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ഞാൻ നന്നായിട്ട് പാട്ട് പാടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോൾ ആ പാട്ട് ഇതേ അമ്മ ചിരിക്കുന്നുണ്ട് അഷികയുടെ മറുപടി കേട്ടിട്ട്. അപ്പോൾ ആ പാട്ട് തന്നെയാണ് അമ്മയ്ക്കുള്ള സമ്മാനമായിട്ട് ഇന്ന് കൊടുക്കാൻ പോകുന്നത്. പക്ഷെ സാധാരണ പാടും പോലുള്ള ഒരു പാട്ടല്ല, എക്സ്ക്ലൂസീവ്ലി ഫോർ അമ്മയാണ് അല്ലേ? അമ്മയ്ക്ക് മാത്രമുള്ള, അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഗിഫ്റ്റാണ്. അപ്പോൾ നന്നായി പാടും മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ? ഉപ്പ എന്ന കൊഞ്ചലു കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? താരാട്ടിൻ നീരടി കേൾക്കാൻ പിടയ്ക്കാത്ത നെഞ്ചമുണ്ടോ? പാലഞ്ചും പുഞ്ചിരി കണ്ടാൽ അലിയാത്ത മർത്യനുണ്ടോ? ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ? ഉപ്പ എന്ന കൊഞ്ചലു കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? പൂമകന്റെ മലർമുഖം കണ്ടാൽ അകലാത്ത ദുഃഖമുണ്ടോ? പൂം പൈതലൊന്നു കരഞ്ഞാൽ ചുരത്താത്ത മാറിടമുണ്ടോ? പൂമകന്റെ മലർമുഖം കണ്ടാൽ അകലാത്ത ദുഃഖമുണ്ടോ? പൂം പൈതലൊന്നു കരഞ്ഞാൽ ചുരത്താത്ത മാറിടമുണ്ടോ? കോരിയെടുത്തൊന്നു മുത്താൻ കൊതിക്കാത്ത നാരിയുണ്ടോ? കൺമണിയെ ഓമനിക്കാൻ നിനക്കാത്ത ജീവനുണ്ടോ? ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ? ഉപ്പ എന്ന കൊഞ്ചലു കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? നിഷ്കളങ്ക ഭാവം കണ്ടാൽ പുണരാത്ത കൈകളുണ്ടോ? നറുതേൻ പൂ പുഞ്ചിരി കണ്ടാൽ അടങ്ങാത്ത കോപമുണ്ടോ? നിഷ്കളങ്ക ഭാവം കണ്ടാൽ പുണരാത്ത കൈകളുണ്ടോ? നറുതേൻ പൂ പുഞ്ചിരി കണ്ടാൽ അടങ്ങാത്ത കോപമുണ്ടോ? പൈതങ്ങളെ മൊഴി പൊങ്ങാത്ത വീട്ടിൽ സന്തോഷമുണ്ടോ? മക്കളെ കാണും വലിയൊരു നിയമത്ത് വേറെയുണ്ടോ? ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ?
അഷിക, ചേച്ചി ഉമ്മ എന്ന മധുമൊഴി കേട്ടാൽ കൊതിക്കാത്ത ജന്മമുണ്ട്. തീർച്ചയായിട്ടും ആ ഉമ്മയ്ക്കുള്ളൊരു നല്ല സമർപ്പണമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് അഷികയുടെ അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ? ഉപ്പ എന്ന കൊഞ്ചലു കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? താരാട്ടിൻ നീരടി കേൾക്കാൻ പിടിക്കാത്ത അഷിക, എന്തു പറ്റി കണ്ണൊക്കെ നിറഞ്ഞേ? കണ്ടാൽ അലിയാത്ത മർത്തിനുണ്ടോ? ഉമ്മ എന്ന മധുമൊഴി കേൾക്കാൻ കൊതിക്കാത്ത ജന്മമുണ്ടോ? ഉപ്പ എന്ന കൊഞ്ചലു കേട്ടാൽ തുടിക്കാത്ത ഉള്ളമുണ്ടോ? ഒത്തിരി ഇഷ്ടമാണോ അമ്മേ? ഒത്തിരി ഇഷ്ടമാണ്. എത്ര ഇഷ്ടമുണ്ട്? ഒരുപാട് ഇഷ്ടം. ഒരുപാട് ഇഷ്ടമുണ്ടോ? തിരിച്ചത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അമ്മ നല്ലൊരു സമ്മാനം മൂക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അഷികയുടെ ഈ കണ്ണീരിന് പിന്നിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ അഷിക? അമ്മ ഒരുപാട് വിഷമം സഹിച്ചാണ് ഇവിടെ അഷികയെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അമ്മ? ആണോ? അതെ. എന്താണ് ആ വിഷമം? ഒരുപാട് സന്തോഷം തരുന്ന കുറേ മുഹൂർത്തങ്ങളുണ്ട്. ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ മോളാണ്. ഇവക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പങ്ങൾക്ക് പനിയായിരുന്നു. അപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്പലത്തിലാണ്, പാലക്കുന്ന് അമ്പലം. അപ്പോൾ ആ പ്രോഗ്രാം എനിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല രാത്രി. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പങ്ങളാണ്. അപ്പോൾ അവർക്ക് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എനിക്ക് പ്രോഗ്രാം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ, അതിന് എനിക്കന്ന് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം അനിയത്തി കൂട്ടിയിട്ട് പോയി. വൈകുന്നേരം ആകുമ്പോൾ മരിച്ചു. അപ്പോൾ ഹോൾ ഫാമിലി, എനിക്ക് തോന്നുന്നു കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അത് മാറി അല്ലേ? അത് എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തു. അതെ, ഞാൻ കാരണം വന്നതാണോ എന്നില്ല. ഞാൻ അന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുമോ എന്നുള്ളൊരു ചിന്ത, ഒരു കുറ്റബോധം മനസ്സിലുണ്ട്. പക്ഷേ നമുക്കങ്ങനെ അതൊരു വിധിയായിരിക്കാമെന്ന് സമാധാനിക്കാം അല്ലേ? അങ്ങനെയല്ലേ നമുക്കിനി സാധിക്കുകയുള്ളൂ. അപ്പം അഷിക കുട്ടി അതൊക്കെ ഓർത്തിട്ടാണോ അഷികയ്ക്ക് ഭയങ്കര സങ്കടം? അമ്മ ഒരുപാട് പേര് വീട്ടിൽ വഴക്ക് പറഞ്ഞു അല്ലേ? പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷമമുണ്ട്. ഒരുപാട് സാക്രിഫൈസ് ചെയ്താണ് കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് അല്ലേ, കാസർഗോഡ് നിന്നാണ് വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്, ഇവള് 6 വയസ്സിലെ പരിപാടിക്ക് പോകുമായിരുന്നു. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇവള് പഠിക്കുന്ന ഗ്രീൻവുഡ്സ് പബ്ലിക് സ്കൂളാണ്. പിന്നെ അവിടുത്തെ ബൾക്കീസ് മാം, റസാഖ് സാറും അവിടുത്തെ എല്ലാ ടീച്ചേഴ്സും ഞാനല്ല ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അവരാണ്. ആണോ അഷിക? ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ ടീച്ചേഴ്സൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ. ഈ പാട്ട് എങ്ങനെ നമ്മുടെ ജഡ്ജസ് വിലയിരുത്തുന്നു നമുക്ക് നോക്കാം. അഷിക കുട്ടി, ഇനി നമുക്ക് ജഡ്ജസിന്റെ കമന്റ് നോക്കാം അല്ലേ? യെസ്, സജില, എങ്ങനെ ഉണ്ടായിരുന്നു അഷിക കുട്ടിയുടെ പെർഫോമൻസ്? അമ്മ പറഞ്ഞത് ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അത്. കാരണം ആയുസ് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവം അത് ആദ്യമേ നമ്മൾ 4-ാം മാസത്തിൽ തലയിൽ എഴുതി വെക്കുമെന്ന് പറയുന്ന പോലെ അവിടെ മരണം അവരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളന്ന് പോയതുകൊണ്ട് രക്ഷപ്പെടും അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അമ്മയുടെ. അത് ഒരു മനസ്സിൽ വെച്ചിട്ട് അതൊരു ഫീലിംഗ് ആയിട്ട് വെക്കണ്ട കേട്ടോ അമ്മേ. മോളുടെ പാട്ടിനെ കുറിച്ച് ഞാൻ പറയാം. മോളുടെ വോയിസ്, മോളെ കാണാൻ ഞാൻ എപ്പോഴും പറയേണ്ടത് നല്ല സുന്ദരിയാണ്. അതുപോലെ തന്നെയാണ് മോളുടെ വോയിസ് ഒരു സ്പെഷ്യലാണ് കേട്ടോ. നല്ല വോയിസ് ആണ്. പക്ഷേ ആ വോയിസിൽ ചില പാട്ടുകൾ സക്സസ് ആവാറില്ല, ചില പാട്ടുകൾ നല്ല മോൾക്ക് പറ്റിയ പാട്ടായിട്ട് തന്നെ തോന്നും. എനിക്ക് പല്ലവിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ബെറ്റർ ആയിട്ടുണ്ട് മോള് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സജില. ഫിറോസ് കാ, നന്നായി പാടി മോള്. മുൻപ് ഇവിടെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വ്യത്യസ്ത റൗണ്ടുകളിൽ പാടി തന്ന പാട്ടുകളേക്കാളൊക്കെ മോള് നന്നായി പാടി. അപ്പം അത് എനിക്ക് തോന്നിയത് അനുപല്ലവിയിലെ ഹൈയേക്കാൾ മോള് പല്ലവിയിലൊരു ഹൈ പാടുന്നില്ലേ, അവിടെയാണ് കുറച്ച് മഫിൾഡായിട്ട് തോന്നിയത് വോയിസ്. ഒന്നിങ്ങനെ അവിടെ ഒരു നെറ്റ് ഇട്ട പോലെ ഒരു ഫീൽ. പക്ഷെ അനുപല്ലവിയിലെ ഭാഗം വലിയ കുഴപ്പമില്ലായിരുന്നു. മോള് തൊട്ട് പാടിയൊക്കെ ചെയ്തു. മോൾ ഒരുപാട് ബെറ്ററായി കേട്ടോ, പാടി ഒരുപാട് ബെറ്ററായി. ഒന്നുകൂടി ഇങ്ങോട്ട് ഉണർന്നാൽ മതി മോളെ. ഒരു നമ്മളതിന് വാക്കാതാ ഞാൻ പറയുന്നത്, ഒന്ന് ഉണർന്ന് പാടുക എന്ന് പറയുന്നത്. ആൾ പതുങ്ങിയ ആളാണ്, മെല്ലെ അങ്ങോട്ട് രക്ഷപ്പെടുന്ന ഒരാളാണ്, ഒന്നുമില്ലാതെ പൂച്ചകളെ പോലെ. അങ്ങനത്തെ ഒരു സ്വഭാവം. അതൊന്ന് ഉഷാറായാൽ ആ ഒരു എനർജി പാട്ടിൽ വന്നാൽ മതി കേട്ടോ മോളെ. നന്നായി പാടി. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസ് കാ. ഇനി ഷബ്ന. നൈസ് സിംഗിങ് മോളെ.
താങ്ക് യു. പാടി മോള്. പിന്നെ ചെറിയ ഈ ഹൈ പോർഷൻസിൽ പോകുമ്പോൾ ഒരു ഹോഴ്സ്നെസ് പോലെ ഉണ്ട് മോളെ, ഒരു അടപ്പ്. മേളിൽ ഒരു 2 നോട്ട് ഹൈയിൽ പോയപ്പോഴത്തേക്ക് ഒരു അടപ്പ്. അത് എന്താണെന്ന് എനിക്കത് മോൾക്ക് ഇപ്പം ഉള്ള ത്രോട്ടിൻ്റെ അവസ്ഥയല്ല, അതെന്തോ ഒരു അറ്റ് ദ മൊമെൻറ്റ് വന്നതാണ്, അല്ലാതെ മോളുടെ ത്രോട്ടിന് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല അത്. ആ സമയത്ത് വന്നു പോയ ഒരു അടപ്പാണ്, അതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഷബ്നം. ഇനി നമുക്ക് എത്ര മാർക്കാണ് അശ്വികയ്ക്ക് ഈ റൗണ്ടിൽ ലഭിക്കുന്നതെന്ന് അറിയാം. 30-ൽ എത്രയാണ് സജുല? 28.5. 28.5 on 30. ഷബ്നം 30-ൽ എത്രയാണ്? 28.5. 28.5 again. ഇനി 40-ൽ എത്ര മാർക്കാണ് ഫിറോസ്? 39. 39 on 40. സോ ടോട്ടൽ മാർക്സ് 96. 96 മാർക്സ് ആണ് അഷികയുടെ ഉമ്മ റൗണ്ടിലെ ഈ പെർഫോമൻസിന്, അമ്മയ്ക്കുള്ള സ്നേഹ സമ്മാനത്തിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് അഷിക കുട്ടി. അപ്പോൾ ഇനി കരച്ചിലൊക്കെ മാറ്റി സന്തോഷമായിട്ട് അമ്മയോടൊപ്പം പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻറ്റി. ലാമിയ സിൽക്സ് കുട്ടിപ്പൊട്ടുമാൽ സീസൺ 2-ന്റെ ഇന്നത്തെ അധ്യായത്തിലെ താരത്തെ ഡിക്ലെയർ ചെയ്യാൻ സമയമായിരിക്കുകയാണ്. സോ ഇന്ന് ഇർഫാനും ഒപ്പം ജോൾസിനെയും ചേർന്ന് നല്ലൊരു ഡ്യുവറ്റ് റൗണ്ട് നമുക്ക് സമ്മാനിച്ചു, ഡ്യുവറ്റ് പെർഫോമൻസ് സമ്മാനിച്ചു. അതുപോലെ സിനാനാവട്ടെ, നമ്മുടെ അഷിക കുട്ടിയാവട്ടെ, വളരെ വികാരഭരിതമായിട്ടുള്ള കുറച്ച് സന്തോഷമുണ്ട്, പക്ഷെ എന്നാൽ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ആണ് നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ ഇനി ഇവരിൽ ആരാണ് ഇന്നത്തെ താരമെന്ന് നമുക്ക് അറിയാൻ സമയമായിരിക്കുന്നത്. ജോൾസിനെയോ അഷികയോ ആണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ എന്നുണ്ടെങ്കിൽ ഇവർക്കുള്ള സമ്മാനം നൽകുന്നത് പ്രിൻസ് പട്ടുപാവാട എറണാകുളം. ഇനി ഇർഫാനോ സുനാനോ ആണെങ്കിൽ ഇവർക്കുള്ള സമ്മാനം നൽകുന്നത് ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി. സോ ഇനി നമുക്ക് ഡിക്ലറേഷനിലേക്ക് പോകാം. ഫിറോസിക്ക, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിധി നിർണയം, ഇന്നത്തെ താരം ആരാണ്? ഇന്നത്തെ സ്റ്റാർ ആയിക്കൊണ്ട് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് പാവാട കൊടുക്കാം ജോൾസിനേക്ക്. കൺഗ്രാറ്റുലേഷൻസ് ജോൾസ്ന. ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്, മോഹക്കണിയല്ലേ നീ എൻ്റെ പ്രേമക്കുളിരാണു നിന്നെ ജീവൻ എനിക്ക്. ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്, മോഹക്കണിയല്ലേ നീ എൻ്റെ പ്രേമക്കുളിരാണു നിന്നെ ജീവൻ എനിക്ക്. ഇഷ്ടമാണ് 100 വട്ടം ഇഷ്ടമാണ് നിന്നെ എനിക്ക്.